SIR ജോലികൾ പൂർത്തീകരിച്ച് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി നമ്മളിത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട BLOമാർ, BLO സൂപ്പർവൈസർമാർ, AEROമാർ, EROമാർ, അതുപോലെ ഡെപ്യൂട്ടി കളക്ടർമാർ, അതിൽ പങ്കെടുത്തിട്ടുള്ള വിവിധ ബൂത്ത് ലെവൽ ഏജന്റുമാർ, നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ, അതേപോലെ SC/ST ഉന്നതികളിൽ ജോലി ചെയ്ത SC/ST പ്രൊമോട്ടർമാർ, അതേപോലെ കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത കർമ്മസേന പ്രവർത്തകർ, ആശാ വർക്കർ, ഇവരെല്ലാവരും ഒരുപാട് വോളണ്ടിയേഴ്സുമാർ, ഇവരെല്ലാവരും ചേർന്ന് വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ഉള്ള ആകെ വോട്ടേഴ്സിൻ്റെ എണ്ണം 10,78,256 അതിൽ നമ്മളിപ്പോൾ ഡിജിറ്റൈസ്, അതായത് ഫോം കൊടുത്ത് SIR ഫോം ഡിജിറ്റൈസ് ചെയ്ത് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 10,11,391 ആളുകളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 93.8% ആളുകളും നമ്മുടെ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടികയിൽ വന്നു കഴിഞ്ഞു. അവരെല്ലാം ഡ്രാഫ്റ്റ് പട്ടികയിൽ അവരുണ്ടാവും. അപ്പോൾ ഇതിൽ ഇനി ബാക്കി, അതായത് AST ലിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഫോംസ് കൊടുക്കാതെ വരെ ഇല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റാതെ അൺകളക്റ്റബിൾ ഇതിൽ വരുന്നത് ഡെത്ത് കേസുകളിൽ 18,107 കേസുകൾ, ആബ്സെന്റ് ആയിട്ടുള്ള കേസുകൾ 22,313, ഷിഫ്റ്റഡ് ആയിട്ടുള്ള കേസുകൾ, പെർമനന്റ്ലി ഷിഫ്റ്റഡ് ആയിട്ടുള്ള കേസുകൾ 20,746, ആൾറെഡി എൻറോൾഡ് ഡബിളിംഗ് അതുമാതിരി വന്ന കേസുകൾ 2,441 കേസുകൾ. ബാക്കിയുള്ള വിവിധ കാരണങ്ങൾ, ഫോംസ് സ്വീകരിക്കാത്തത്, ഫോംസ് കൊടുക്കാത്തത്, അതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് 3,264 കേസുകൾ. ആകെ ജില്ലയിൽ 66,271 കേസുകൾ നമ്മൾ ഈ അൺകളക്റ്റബിൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു പ്രവൃത്തി അടുത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ളത് BLO BLAമാരുടെ മീറ്റിംഗ് നമ്മൾ എല്ലാ ബൂത്തുകളിലും വരുന്ന 9-ാം തീയതി, പല ബൂത്തുകളിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വരുന്ന 9-ാം തീയതിക്കകത്ത് എല്ലാ ബൂത്തുകളിലും നമ്മൾ BLAമാരും BLOമാരും മീറ്റിംഗ് ചേർന്ന് ഈ AST ലിസ്റ്റ്, ആബ്സെന്റ്, ഷിഫ്റ്റിങ്ങും ഡെത്തും ആയിട്ടുള്ള കേസുകൾ, അതായത് ജില്ലയിൽ നമ്മൾ പറഞ്ഞ മാതിരി 66,871 കേസുകളുണ്ട്. അത് ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും ഉള്ള കേസുകൾ BLAമാർ ലിസ്റ്റ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കും, BLOമാർ കൊടുക്കും. അത് വാങ്ങി BLAമാർ അത് പരിശോധിച്ച് അവർക്ക് അതിൽ എന്തെങ്കിലും ഒബ്ജക്ഷനോ ഇല്ല, ആരെങ്കിലും ഈ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 18-ാം തീയതി വരയ്ക്കും അവർക്ക് സമയമുണ്ട്. 18-ാം തീയതി വരയ്ക്കും അവർ ഇത് വന്ന് BLOമാരുടെയോ ഇല്ലെങ്കിൽ കൺസേൺ വില്ലേജ് ഓഫീസിലോ കൊടുത്തു കഴിഞ്ഞാൽ അവരെയും കൂടി നമ്മൾ ഈ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ BLOമാരുടെ സെക്കൻഡ് മീറ്റിംഗ് 15-ാം തീയതി ഡിസംബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാ ബൂത്തുകളിലും ആ മീറ്റിംഗ് നടക്കും. ഈ 2 മീറ്റിംഗിലോട് കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ BLAമാർ അവിടെ സന്നിധരാകുകയും അവർ ഈ കാര്യങ്ങളെല്ലാം, ആരൊക്കെയാണ് ആബ്സെന്റ് ആയിട്ടുണ്ട്, ആരൊക്കെ ഷിഫ്റ്റിംഗ് ആയിട്ടുണ്ട്, ആരൊക്കെ ഡെത്ത് ആയിട്ടുണ്ട്, ആരൊക്കെ അൺകളക്റ്റബിളിൽ വന്നിട്ടുണ്ടോ, അതെല്ലാം പരിശോധിച്ച് അവർക്ക് ഒബ്ജക്ഷൻ പറയണം, ഇല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഈ 2 മീറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ 2 മീറ്റിങ്ങും വളരെ കൃത്യമായിട്ട് മിനിറ്റ്സും കാര്യങ്ങളും ചെയ്ത് ആ മിനിറ്റ്സ് പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് വെബ്സൈറ്റിൽ ഇടാനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ജില്ലയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതേപോലെ BLAമാർ, അതേപോലെ കാസർഗോഡിലുള്ള നമ്മുടെ ഒരു കാസർഗോഡാളും നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് സഹകരിച്ച് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ നല്ല ഒരു സഹായം ചെയ്തിട്ടുണ്ട്. അവർ കൂടി എന്നെ നന്ദി അറിയിക്കുകയാണ്. പെർമനന്റ്ലി ഷിഫ്റ്റ് ആയിട്ടുള്ള കേസുകൾ 20,746, ആൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള കേസുകൾ 2,441. വേറെ കാരണങ്ങൾ ഇല്ലെങ്കിൽ അവർ സൈൻ ചെയ്ത് കൊടുക്കാതെ, അതേപോലെ ഒരു 10-15 കാരണങ്ങളുണ്ട്. അതെല്ലാം ചേർത്ത് 3000 ഇത് തിരിച്ച്, അതായത് BLAമാർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അവർ 2 മീറ്റിംഗ് കൂടി വെരിഫൈ ചെയ്ത് ആരെങ്കിലും അതിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് ആരെങ്കിലും എക്സ്ക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ 23-ാം തീയതി ഡ്രാഫ്റ്റ് കോഡ് നോക്കിയത്. അതെ, എനുമറേഷൻ ഫോംസ് ഇനി ആരെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് BLOമാരെ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 18-ാം തീയതിയാണ്. ഒഴിവാക്കിയിരിക്കുന്നത് ഡെത്ത് കേസുകൾ 18,107, ആബ്സെന്റ് ആയിട്ടുള്ളത് 22,313,
ഷിഫ്റ്റായിട്ടുള്ള പെർമനൻ്റ്ലി ഷിഫ്റ്റായിട്ടുള്ള കേസുകൾ 20,746. ആൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള കേസുകൾ 2,441. വേറെ കാരണങ്ങൾ വെച്ചാൽ ഫാംസ് കൊടുത്തിട്ട് തിരിച്ച് കൊടുക്കാതെ, ഇല്ലെങ്കിൽ അവർ സൈൻ ചെയ്ത് കൊടുക്കാത്തത്, അതേപോലെ ഒരു 10-15 കാരണങ്ങളുണ്ട്. അതെല്ലാം ചേർത്ത് 3,264. ആകെ 66,871 ആളുകൾ മാത്രമേ, 66,871. അതിൽ ഡെത്ത് കേസുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 66,871 കേസുകളും നമ്മളെ ഒരു ബൂത്ത് അടിസ്ഥാനത്തിൽ ഇത് തിരിച്ച് അതായത് BLA മാർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അവർ 2 മീറ്റിംഗ് കൂടി വെരിഫൈ ചെയ്ത് ആരെങ്കിലും അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആരെങ്കിലും എക്സ്ക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ 23-ാം തീയതി ഡ്രാഫ്റ്റ് റോൾ പബ്ലിക് ചെയ്തത്. അതെ ആയിട്ടില്ല. കാസർഗോഡ് മാത്രമാണ് 100%. അതെ, എനുമറേഷൻ ഫോംസ് ഇനി ആരെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് BLO മാർക്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 18-ാം തീയതിയാണ്. ഈ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് 100% ആയി. അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ഫോമിൽക്കും നമുക്കൊരു കണക്കുണ്ട്, ഒരു റീസൺ ഉണ്ട്. സപ്പോസ് നമ്മൾ BLO മാർ 3 പ്രാവശ്യം പോയി, അവിടെ ആളില്ല, വാതിലടച്ച് കിടക്കുകയാണ്, അതുപോലെ അത് നമുക്ക് അൺകളക്റ്റബിൾ മാർക്ക് ചെയ്യും. അപ്പോൾ അതുപോലെ ആർക്കും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് 18-ാം തീയതി വരെയും കൊടുക്കാം. നോ അൺകളക്റ്റബിൾ മൊത്തമായിട്ട് പറഞ്ഞത് ഡെത്ത്, ആബ്സെന്റ്, ഷിഫ്റ്റഡ്, ആൾറെഡി എൻറോൾഡ്, അതേഴ്സ് എല്ലാം ചേർത്തിട്ടാണ് 66,871. 66,871. യെസ്, ഇത്രയും. അതുണ്ട്. ECI നെറ്റിൽ പോയാൽ, ECI നെറ്റ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ അവരെ ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ അവർക്കത് കാണാൻ കഴിയും. അത് പിന്നെ വേറെ നേരത്തെ കുറെ സംശയം ഉണ്ടായിരുന്നു. ഈ 2002 വോട്ടർ പട്ടികയാണ്. എൻ്റെ പേരന്റ് 2002 വോട്ടർ പട്ടിക പ്രകാരമാണല്ലോ. അതിൽ അവരുടെ പേരിൽ ഇനീഷ്യൽ ഇല്ലാത്ത ഉണ്ടാകും. എൻ്റെ പിന്നെ സൺ ഓഫ് കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേരിനോട് ഇനീഷ്യൽ ഉണ്ടാവും. അന്ന് ഈ വോട്ടർ പട്ടികയിൽ ഇനീഷ്യൽ ഇല്ലാത്ത പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തള്ളപ്പെടുന്ന സാഹചര്യം ഇല്ല, അങ്ങനെ തടസ്സപ്പെടുത്തില്ല. അത് BLO മാരുടെ ഒരു അന്വേഷണം അവർക്ക് ലോക്കലായിട്ട് അറിയാമല്ലോ. ലോക്കലായിട്ട് ഇന്നാൾ പേര് ഇന്നാൾ മക്കളെ എന്ന് പറയുമ്പോൾ അത് അവർക്കറിയാം. അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ BLA മാരും കൂടെ ഉണ്ട്, വെരിഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല, അത് കുഴപ്പം വരത്തില്ല. അത് നമ്മൾ നോക്കേണ്ടത് അവരുടെ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ അമ്മയുടെ പേര് ഇതിലുണ്ടോ, ഇല്ലെങ്കിൽ മുത്തശ്ശിയുടെ പേര് ഉണ്ടോ, അവരെ ഡീറ്റെയിൽസ് അതിലുണ്ടാവണം. അത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണം. അത് മാപ്പ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. കൂടുതൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായ 2 കേസിൽ നമ്മൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇല്ല, നമ്മൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. കേസ് ഉണ്ടല്ലോ, നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. ഇതില് പിന്നെ ഈ കംപ്ലീറ്റ് ഫോംസിൽ 2002 ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഫോം അത് ഫില്ല് ചെയ്യാതെ, അതായത് അവരുടെ ഫാദറിൻ്റെയോ ഗ്രാൻഡ് ഫാദറിൻ്റെയോ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടാതെ ആ ഭാഗം ബ്ലാങ്ക് ആക്കിയത് BLOക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് അപ്ലോഡ് ചെയ്യും. പിന്നീട് BLOക്ക് കിട്ടിയ അപേക്ഷകൾ അപ്ലോഡ് ചെയ്യാനുള്ള 3 സംവിധാനമാണ് ഉള്ളത്. ഒന്ന്, 2002 ലിസ്റ്റിൽ ഡയറക്റ്റായിട്ട് ഉള്ള ആളുകൾ സെൽഫായിട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മുടെ ജില്ലയിൽ 45.49% ആളുകൾ പഴയ 2002 ലിസ്റ്റിൽ ഉള്ള ആളുകളായിരുന്നു. 45.49% ആളുകൾ 2002 ലിസ്റ്റിൽ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് മാപ്പിംഗ്. പിന്നെ അടുത്ത് അവരുടെ മക്കൾ, അങ്ങനെ പ്രോജനി മാപ്പിംഗ് വന്നത് 47.51% ആളുകൾ പ്രോജനി മാപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്, അവരുടെ മക്കൾ. അങ്ങനെ പിന്നെ ഇതിൽ മാപ്പിംഗ് വരാതെ ആളുകൾ 4.76% ആളുകൾ മാത്രം ഇതുപോലെ മാപ്പിങ്ങിൽ വരാതെ ആളുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നോട്ടീസ് പോകും. സംശയം ഇല്ലെങ്കിൽ, വേറെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ, ലോക്കലായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം വരത്തില്ല. അതെ, ഒരു 51,284 ആളുകൾ മാത്രമേ, എന്നുവെച്ചാൽ പെർസെൻറ്റേജിൽ പറയുമ്പോൾ 4.76% അവർ മാത്രമേ ഈ അൺമാപ്പിംഗ്, അതായത് ഒരു 2002 അവരുടെ അച്ഛനോ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളാണ്. ഇല്ലാത്ത ആളുകളെന്ന് പറയാൻ പറ്റത്തില്ല, അവർ അങ്ങനെ കൊടുത്തിട്ടില്ല. സപ്പോസ് ആളുകൾ ഉണ്ടാവും, പക്ഷെ അവർക്ക് അത് അറിഞ്ഞിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ഇതിൽ കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ നോ മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് സമയം ഉള്ളത് കൊണ്ട് 23-ാം തീയതി വരേക്കും നമുക്ക് ഡ്രാഫ്റ്റ് സമയം ഉള്ളത് കൊണ്ട് ഇപ്പോൾ നമുക്ക് BLO മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് അവർ പരമാവധി ശ്രമിച്ച് ഈ കേസ് നമ്പർ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇല്ല അങ്ങനെയല്ല. BLO മാർക്ക് അത് ചെയ്യാം. BLO മാർക്ക് വേണമെങ്കിൽ മാപ്പിംഗ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതേപോലെ റോൾ ബാക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലും പോയി എന്തെങ്കിലും ഒരു കറക്ഷൻ വരുത്തണമെങ്കിൽ ആ BLO മാരൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ മാപ്പിംഗ് ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ഈ ഫോം ERO തിരിച്ചയക്കാൻ പറ്റും. BLOക്ക് തിരിച്ചയച്ച് റോൾ ബാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് തിരിച്ച് വരാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇല്ലല്ല, ആരും ഔട്ടാവില്ല. ഈ ഫോം കൊടുത്ത ആളുകൾ, ഫോം BLO കയ്യിൽ കൊടുത്ത ആളുകൾ ആരും ഔട്ടാവില്ല. അവരെല്ലാവരും നമ്മൾ സ്കാൻ ചെയ്ത് കണക്കിലുണ്ടാവും. അവരത് ആപ്പിൽ പോയി വെരിഫൈ ചെയ്യാം. ഇതിൽ ഹിയറിംഗ് പ്രോസസ് വളരെ കുറച്ച് പേരായിരിക്കും ഈ മാപ്പിംഗ് നടക്കാതെ. അങ്ങനെ വരുമ്പോൾ ഇല്ല, മാപ്പിംഗ് നടക്കാതെ എല്ലാവരെയും നമ്മൾ ഹിയറിംഗ് വിളിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് ERO ഡോക്യുമെന്റ്സ് എല്ലാം നോക്കി പരിശോധിച്ച് അവർ തീരുമാനിക്കും. ERO തീരുമാനിക്കുന്നതാണ്, നോട്ടീസ് കൊടുക്കണോ ഇല്ലയോ അവർ തീരുമാനിക്കും. സോ അങ്ങനെയാണ്. പക്ഷേ ഡ്രാഫ്റ്റ് റോളിൽ നിങ്ങൾ ഫോം കൊടുത്താൽ തന്നെ ഡ്രാഫ്റ്റ് റോളിൽ ഉണ്ടാവും. പിന്നെ അതിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഈ ഡ്രാഫ്റ്റ് വന്ന ശേഷം ജനുവരി 22-ാം തീയതി വരെയ്ക്ക് സമയമുണ്ട്, ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ പീരിയഡ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ക്ലെയിംസ് ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം ആ സമയത്ത്, ആ ഒരു മാസം പീരിയഡിൽ. അതിനുശേഷമാണ് ഇത് നോട്ടീസ് ഈ കാര്യങ്ങൾ ഫൈനൽ വരുന്നത്. ടോട്ടൽ ഫിഗർ 10,78,756. അതെ അതെ. അതിന്റെ ഡിജിറ്റൈസേഷൻ ചെയ്തത് 10,11,397. 91. അതെ. അത് നമ്മൾ ലിസ്റ്റ് തരാം, നിങ്ങൾക്ക് തരാം, ഒരു സ്റ്റേറ്റ്മെന്റ് തരാം. അപ്പോൾ ഇതിൽ സാർ ഒരു സംശയമുണ്ട്. ഇപ്പോൾ 3 കേസാണുള്ളത്. ഒന്നാമത്തത് സെൽഫ് 2002 ലിസ്റ്റിലുള്ളവർ, രണ്ടാമത്തത് അവരുടെ ഫാദറൊക്കെ ലിസ്റ്റിൽ പെടുന്നവർ. ഈ 2 ടീമിന് ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ഹിയറിംഗ് നോട്ടീസ് കൊടുക്കാൻ സാധ്യതയുണ്ടോ? അത് സാധ്യതയില്ലല്ലോ, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഈ നോട്ടീസ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട, കാരണം അത് ഒരു എക്സെപ്ഷണൽ ഇതിലാണ് വരുന്നത്. അത് ഒരു ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്ത് അവർക്ക് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇത്ര ആളുകൾക്ക് നോട്ടീസ് പോകും നമുക്ക് അങ്ങനെ പറയുന്നില്ല, അത് പറയാൻ പാടില്ല. അപ്പോൾ അത് വന്ന ശേഷമേ നമുക്ക് അറിയാൻ പറ്റും. വെരിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആർക്കെങ്കിലും നോട്ടീസ് കൊടുക്കണമെന്ന് അവർ ERO മാരാണ് തീരുമാനിക്കുന്നത്. അത് ആരും നമ്മൾ പറഞ്ഞിട്ടല്ല തീരുമാനിക്കുന്നത്. അവർ അത് സ്വയമായിട്ട് നോക്കി ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്ത് ഇത് നോക്കി ആർക്ക് നോട്ടീസ് കൊടുക്കണോ തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നോ മാപ്പിംഗ് ചെയ്തവർക്ക് നോട്ടീസ് കൊടുക്കണമെന്ന് ഒരു വാർത്ത അങ്ങനെ അതില്ല, അങ്ങനെ നമ്മൾ പറയുന്നില്ല. ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും ഒരു അഡൾട്ട് മെമ്പർ 18 വയസ്സ് കഴിഞ്ഞവർ അവർക്ക് സൈൻ ചെയ്ത് കൊടുത്താൽ മതി, അവരുടെ പേരിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇലക്ഷനിലേക്ക് വന്നാലേ ഈ കൊട്ടിക്കലാശം വരാൻ പോവാണല്ലോ, അതിലെന്തൊക്കെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്?